തൃശ്ശൂർ ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ്. ഒന്ന് തൃശ്ശൂർ മണ്ഡലം, രണ്ട് മണലൂർ മണ്ഡലം. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ, കോൺഗ്രസിന് വേണ്ടി രാജൻ പല്ലൻ, CPIക്ക് വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണൻ. അത് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. 2021 CPIയുടെ P. ബാലചന്ദ്രനാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. കേവലം 900 വോട്ടുകളുടെ ഭൂരിപക്ഷം. അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചതാകട്ടെ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പത്മജ വേണുഗോപാൽ, K. കരുണാകരൻ്റെ മകൻ. പത്മജ വേണുഗോപാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തുകയും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. CPIയുടെ ഒരു ഉറച്ച മണ്ഡലമാണ്, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ CPIയുടെ ഒരു സ്ഥാനാർത്ഥിത്വം CPI ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സാഹിത്യകാരനെയും സാംസ്കാരിക പ്രവർത്തകനെയും. ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം പൊന്നാനിക്കാരനാണ്. എത്രമാത്രം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എത്രമാത്രം സുപരിചിതനാണ് എന്നുള്ളത് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലൊരു ത്രികോണ മത്സരം നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ മത്സരം പത്മജ വേണുഗോപാലും രാജൻ പല്ലനും തമ്മിലാണ്. രാജൻ പല്ലൻ തൃശ്ശൂരുകാർക്ക് സുപരിചിതനാണ്. തൃശ്ശൂർ മേയറായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഗാന്ധിനഗർ ഡിവിഷനിലെ കൗൺസിലറാണ്. രാജൻ പല്ലനും പത്മജ വേണുഗോപാലും തമ്മിൽ മത്സരിക്കുമ്പോൾ ആർക്കൊപ്പം തൃശ്ശൂർ നിൽക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണ 900 വോട്ടുകൾക്കാണ് പത്മജ വേണുഗോപാൽ തോറ്റുവെങ്കിലും അത് കൈപ്പത്തി അടയാളത്തിലാണ് മത്സരിച്ചത്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് BJPയിൽ നിന്നാണ്. സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് വലിയ മുൻതൂക്കം ലഭിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. എന്നാൽ ആ മുൻതൂക്കം ഇപ്പോഴുണ്ടോ എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമാണ്. മാത്രമല്ല തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കരുണാകരൻ്റെ മക്കളെ തോൽപ്പിച്ച ചരിത്രം കൂടിയുണ്ട് തൃശ്ശൂരിൽ നിന്നാണ്. 2004 അന്ന് മുകുന്ദപുരം മണ്ഡലമാണ്. ഇപ്പോൾ മുകുന്ദപുരം മണ്ഡലമില്ല. 2004 മുകുന്ദപുരം മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അത് മുകുന്ദപുരം മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെ മത്സരിച്ചിട്ട് പോലും പത്മജ വേണുഗോപാൽ തോറ്റു എന്നുള്ളതാണ്. മാത്രമല്ല ആ 2004 ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചു. അവിടെ വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചപ്പോൾ കരുണാകരൻ്റെ മറ്റൊരു മകൻ K. മുരളീധരൻ അവിടെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു വർഷത്തിൽ കരുണാകരൻ്റെ 2 മക്കളെ പരാജയപ്പെടുത്തിയൊരു ചരിത്രം ആർക്കുണ്ട്? തൃശ്ശൂരിനുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും തൃശ്ശൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള പത്മജയുടെ മത്സരം, ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം, അതെന്തായാലും പത്മജയ്ക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലവും. BJPയുടെ സ്വാധീനം പത്മജ വേണുഗോപാലിനെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ, ഇതിലാണ് BJPയുടെ പ്രതീക്ഷമുള്ളത്. എന്നാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ, ആ ക്രിസ്ത്യൻ വോട്ടുകൾ രാജൻ പല്ലനിലേക്ക് മടങ്ങി വരും. അങ്ങനെ രാജൻ പല്ലൻ ജയിച്ച് കയറുമെന്നുള്ള ഒരു ട്രെൻഡ് കൂടി തൃശ്ശൂരുണ്ട് എന്ന്. രാജൻ പല്ലന് അനുകൂലമായ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. രാജൻ പല്ലൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിരുന്നു. ഇപ്പോഴും തൃശ്ശൂരിലെ ഗാന്ധിനഗർ ഡിവിഷനെ പ്രതിനിധീകരിച്ച് കോർപ്പറേഷൻ കൗൺസിലറാണ്. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തിരിഞ്ഞ ക്രിസ്ത്യൻ വോട്ടുകൾ താൻ മത്സരിക്കുമ്പോൾ തനിക്ക് ഷിഫ്റ്റായി വരുമെന്ന് രാജൻ പല്ലൻ വിചാരിക്കുന്നു. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലിൽ BJP വിരുദ്ധ വോട്ടുകൾ തനിക്ക് വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് പത്മജ വേണുഗോപാലിന് അനുകൂലമായ ഘടകങ്ങൾ. പത്മജ വേണുഗോപാൽ തുടർച്ചയായി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. തൃശ്ശൂരിൻ്റെ MP എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂർ എന്ന് പറയുന്നത് K. കരുണാകരൻ്റെ തട്ടകമാണ്. രാജൻ പല്ലൻ വിചാരിക്കുന്നത് പോലെ മുഴുവൻ വോട്ടുകളും രാജൻ പല്ലന് സമാഹരിക്കാൻ കഴിയില്ല. കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന് പത്മജ വേണുഗോപാൽ വിശ്വസിക്കുന്നു. മാത്രമല്ല കുറേ തവണയായല്ലോ മത്സരിക്കുന്നു. ഇത്തവണ പത്മജയ്ക്ക് വോട്ട് ചെയ്യാമെന്നുള്ള 3 വോട്ടുകൾ അനുകൂലമായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പത്മജ വേണുഗോപാൽ. എന്ത് തന്നെയായാലും തൃശ്ശൂരിൻ്റെ ഫലമറിയാൻ, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി.